ഈ തീവ്രവാദ നിലപാടുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്റെ തീവ്രവാദ നിലപാടുകൾ തെറ്റായിരുന്നു എന്ന സമീപനം മദനി എടുത്തതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മദനിയെ കർണാടകയിലെ അഗ്രഹാര ജയിലിൽ അടച്ചിരുന്നത് കെട്ടിച്ചമച്ച ഒരു കേസിനെ ആസ്പദമാക്കിയത്. ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിയിച്ച മലയാളിയായ നിങ്ങളുടെ ഒരു സഹപ്രവർത്തക, ഒരു വനിതാ പത്രപ്രവർത്തക, അവരെ ഭീകരവാദ നിയമത്തിൽ ഉൾപ്പെടുത്തി അവർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യാനുള്ള നീക്കമുണ്ടായി. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള കാര്യമാണ്. നമ്മൾ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ടല്ലോ, എല്ലാ മഹാന്മാർക്കും ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പഴയകാല ചരിത്രത്തിൽ പല കുറ്റങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെല്ലാം സൂക്ഷ്മമായി വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. മഹാത്മാഗാന്ധി ഇതൊക്കെ തുറന്നു പറയേണ്ടിയിരുന്നോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള തന്റെ പഴയകാലത്തെ ചില കാര്യങ്ങൾ സത്യസന്ധമായി ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മഹാന്മാർക്കും ഒരു പാസ്റ്റുണ്ട്, എല്ലാ പാപിക്കും ഒരു ബാക്കി ഭാവിയുണ്ട്. എവരി സെയിന്റ് ഹാഡ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഇന്ന് തെറ്റ് ചെയ്ത ഒരാൾക്ക് അയാള് തെറ്റ് ചെയ്തു, ഇനി ഒരിക്കലും അയാൾ നന്നാകാൻ നമ്മൾ പറയാൻ പാടില്ല. മാനസാന്തരപ്പെട്ട് അയാൾ നന്നാവണം. മദനി തീവ്രവാദപരമായ നിലപാടെടുത്തിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പങ്കില്ലാത്ത അദ്ദേഹത്തെ പങ്കാളിയാക്കി വിചാരണ ചെയ്ത് ജയിലിൽ കിടന്ന് പുറത്തു വരുമ്പോൾ അത് വേറൊരു മദനിയാണ്. തന്റെ മുമ്പത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെ എത്ര തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ മദനിയാണ്. ആ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താൻ തുടങ്ങിയ മദനിയുമായി വളരെ നല്ല ബന്ധം കൊള്ളുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. അതിനകത്ത് യാതൊരു കുറ്റബോധവും ഇല്ല. അങ്ങനെ വേണേ മുദ്രയടിക്കാം. രണ്ടാമത്തെ മദനിയുടെ സുഹൃത്താണ് ഞാൻ, യാതൊരു സംശയമില്ല. അദ്ദേഹം തന്റെ തെറ്റുകൾ പശ്ചാത്തപിച്ച് അത് തിരുത്തണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പി ജയരാജന്റെ ഗ്രന്ഥത്തിൽ ഇത് രണ്ട് ഭാഗവും പറയുന്നുണ്ട്. അതിലൊരു ഭാഗം മാത്രം എടുത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്തിലെ തെറ്റായ നിലപാടുകൾ കേൾക്കുന്നവരുടെ മനസ്സിൽ തീ കൊളുത്തുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. വികാരം ആളിക്കത്തിച്ചു. ആ മദനി ഇപ്പൊ ഇല്ല, എത്രയോ കാലമായിട്ടില്ല. അതാണ് അതിനെ കുറിച്ച് ആ മദനി ഇല്ലെങ്കിലും അതിന് അദ്ദേഹത്തെ തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കുക. അത് ശരിയാണ്, അങ്ങനെ സംഭവിക്കാം. പഴയ മദനി പുതിയ മദനിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവാം. അതെല്ലാവരുടെയും കാര്യത്തിൽ സംഭവിക്കാം. അതിന് പാവം മദനിയെ കുറ്റപ്പെടുത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.